ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 200-ലധികം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2 CSF ജവാന്മാർ ഉൾപ്പെടെ 45 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, രക്ഷാദൗത്യം എങ്ങനെയാണ് ബൽറാം? സ്മിത, റീജിത്ത്, രക്ഷാദൗത്യം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഏതാണ്ട് 200ഓളം പേരെ കാണാതായതായാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഈ കിഷ്ത്വാറിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാദേശിക MLA അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അത് പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്ര ആരംഭിക്കുന്ന പ്രദേശത്തായാണ് ഈ അപകടമുണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 1000ഓളം പേർ, അതിൽ ബഹുഭൂരിപക്ഷവും തീർത്ഥാടകരായിരുന്നു അവിടെ ഉണ്ടായവർ എന്ന് നാട്ടുകാർ അറിയിക്കുന്നു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. സമീപത്ത് തന്നെ ഉള്ളത്, ഏറ്റവും അടുത്തുണ്ടായിരുന്നത് സൈനിക ക്യാമ്പ് തന്നെയാണ്. ആ ഒരു രക്ഷാദൗത്യത്തിൽ 160 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. 45 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഭൂരിഭാഗം പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ തീർത്ഥാടകരുടെ ക്യാമ്പിന് സമീപമുള്ള ഒരു ലങ്കറിന് സമീപത്തു നിന്നാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇനിയും കാണാതായവരുടെ എണ്ണം വലുതാണ് എന്നതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിക്കുന്നത്. നിലവിലിപ്പോൾ സൈന്യത്തിൻ്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ മേഖലയിൽ തെരച്ചിൽ അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രദേശത്തു നിന്നും പ്രദേശവാസികളെയും മറ്റ് കച്ചവടക്കാർ അടക്കമുള്ളവരെയും ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും മരുന്ന് അടക്കമുള്ളവ സൈന്യം വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിജിത്ത്, സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.